അസ്സലാമു അലൈക്കും. പ്രസ്ഥാനത്തിന്റെ അഭിവാദ്യം. ഇന്ന് വിഷു ആചരിക്കുന്ന സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ വിഷു ആശംസ അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഈ വൈകിയ സമയത്ത് പോലും ഇത്രയും അധികം ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി കാത്തിരിക്കുന്നത് നമ്മുടെ യാത്രയുടെ പ്രാധാന്യവും യാത്രയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുദ്രാവാക്യം, പ്രമേയം, അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ മഹത്വവും ആണ് അറിയിക്കുന്നത്. ഇന്നും ഇന്നലെയും പല സ്റ്റേജുകളിലും പ്രസംഗിച്ച വലിയ വലിയ രാഷ്ട്രീയ പ്രവർത്തകർ, വലിയ സാംസ്കാരിക നായകന്മാർ, എഴുത്തുകാർ, മറ്റ് മതസ്ഥരുടെ നേതാക്കൾ, ഇവരിൽ പലരും പറയുകയുണ്ടായി, മാനവികത ഉണർത്തുന്നു എന്ന ഈ മഹത്തായ ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു കേരള യാത്രയാണ് ഇതെന്ന്. ഇത്രയും നല്ല ഒരു മുദ്രാവാക്യം ഇവിടുത്തെ മുസൽമാന് മാത്രമല്ല, ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ബുദ്ധനും ജൈനനും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും എല്ലാം സ്വീകാര്യമായ, ബുദ്ധിയുള്ളവർക്കെല്ലാം സ്വീകാര്യമായ, അനിവാര്യമായ ഒരു പ്രമേയം വേറെ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം മനുഷ്യൻ മാത്രമാണ് ബുദ്ധി നൽകപ്പെട്ട, ചിന്തയും ബുദ്ധിയും നൽകപ്പെട്ട ദൃശ്യമായ ജീവികൾ. മനുഷ്യരല്ലാത്ത മറ്റ് നാം കാണുന്ന എല്ലാ ജീവികളും മനുഷ്യരുമായി വ്യത്യാസമുണ്ട്, മനുഷ്യർ അതുമായി വ്യത്യാസമുണ്ട്. വലഖദ് കറംനാ ബനി ആദം. ഖുർആൻ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തന്റെ സന്താന സന്തതികളെയും നാം പ്രത്യേകമായി ബഹുമാനിച്ചിരിക്കുന്നു. അത് പലതുകൊണ്ടും ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായത് ചിന്തയും ബുദ്ധിയും കൊണ്ട് തന്നെയാണ്. അഖ്ല്, ഒന്നിൽ നിന്ന് മറ്റൊന്ന് ചിന്തിച്ചെടുക്കാനുള്ള അഖ്ല്, വിവേക ശക്തി, ഇതെല്ലാം മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇന്ന് ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരു പുസ്തകം വായിച്ചു. രണ്ടുപേർ തർക്കം കൂടിയ കഥ. നമ്മുടെ നാടൻ സൈക്കിൾ
വന്നപ്പോൾ ഒരാൾ ചെന്ന് മറ്റൊരാളോട് വിവരം പറഞ്ഞു, ഇങ്ങനെയൊരു യന്ത്രം വന്നിരിക്കുന്നു, ഭൂമിയിൽ തൊടുന്നത് വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രം, ഒരു ഇഞ്ച് പോലും ഭൂമിയിൽ തട്ടുന്നില്ല, അങ്ങനെയുള്ള 2 ചക്രത്തിന്റെ മുകളിൽ മനുഷ്യൻ ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാവുകയില്ലെന്ന് വേറെ ഒരാൾ പറഞ്ഞു. ആ കാലം അവിടെ കഴിഞ്ഞു. പിന്നീട് സൈക്കിളിൽ 5ഉം 8ഉം ആളുകൾ യാത്ര ചെയ്യുന്ന കാലമാണ് നാം കാണുന്നത്. അവിടെ നിന്ന് പുരോഗമിച്ച് ബഹിരാകാശ സഞ്ചാരികളും പറന്നെത്തി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞരും അനവധി ശാസ്ത്രജ്ഞന്മാരും ഇവിടെ വന്നു. ഭൂമിയേക്കാൾ വലിപ്പമുള്ള വലിയ വലിയ ഗ്രഹങ്ങളും അതുപോലെ ഐലൻഡുകളും എല്ലാം ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ പോയാൽ മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് അറ്റമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും മനുഷ്യന് ഒരു കുറവും ഇല്ല. ക്ലോണിംഗ് മനുഷ്യനെ ഉണ്ടാക്കി, ക്ലോണിംഗ് ആടിനെ ഉണ്ടാക്കി, അങ്ങനെ ക്ലോണിംഗ് മനുഷ്യനെയും മൃഗത്തെയുമെല്ലാം പടക്കുന്ന യുഗം, ഏറ്റവും വലിയ IT യുഗം, സാറ്റലൈറ്റ് യുഗം, ഈ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ വാസ്തവത്തിൽ ഇന്ന് ധാർമ്മികമായി വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും ആത്മഹത്യ നടന്ന വിവരങ്ങൾ ഞങ്ങൾ പത്രത്തിൽ വായിക്കാറുണ്ട്. ആരാണെന്നോ എവിടെയാണെന്നോ ഞാൻ പറയുന്നില്ല. ഒരിക്കൽ അസംബ്ലിയിൽ വെച്ച് തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ശക്തമായി തർക്കം കൂടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭരിക്കുന്ന കക്ഷിയെ ആക്ഷേപിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രസംഗിച്ചു. വയനാട്ടിൽ അതാ പട്ടിണി മരണം, പട്ടിണി കാരണമായി മരിച്ചുപോയവരുണ്ട്, അവിടെ തൂങ്ങി മരിച്ചവരുണ്ട്, ആത്മഹത്യ ഉണ്ട്, ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മയാണ് എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കും. അപ്പോൾ മറുഭാഗം അതിനെ ന്യായീകരിക്കും. അതേതായാൽ ഉണ്ടായി കൂടി തിങ്ങിക്കൂടി അവസാനം ഗത്യന്തരമില്ലാതെയാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെ 2 കാര്യം നാം മനസ്സിലാക്കണം. ഒന്ന്, പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് ശരിയല്ല, അതിലേക്ക് മനുഷ്യൻ നീങ്ങുന്നത് ശരിയല്ല. രണ്ടാമത്തത്, ആത്മഹത്യ ചെയ്തതുകൊണ്ട് എന്തിനും പരിഹാരമുണ്ടാകുമോ? ഒരു വസ്തുവിനും പരിഹാരമില്ല. ആത്മഹത്യ കൊണ്ട് യാതൊരുവിധ പരിഹാരവും ഇല്ല. ഇനി വയറുവേദനക്കാരൻ അവന്റെ രോഗത്തിന്റെ ശക്തി കൊണ്ട് ആത്മഹത്യ ചെയ്തതുകൊണ്ട് അവന് വേദന കുറയുമോ? ഇല്ല. കബറിൽ ചെല്ലുമ്പോൾ ഇതിന്റെ 100 ഇരട്ടി വേദന വരികയാണ്. ഞാൻ പറയുന്നത് ധാർമ്മികമായ ബോധം ഇല്ലായ്മ കൊണ്ടാണ് ഈ വഴിയിലേക്കെല്ലാം മനുഷ്യർ ചിന്തിക്കുന്നത്.